ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇതിൻ്റെ പുതിയൊരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ ഫ്രീ ഫയർ ആയിട്ട് പിന്നെ വന്നിരിക്കുന്നത് കുറേ നാൾക്ക് വീഡിയോയ്ക്ക് ശേഷം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് CS ആയിട്ടാണ്. അപ്പോൾ നമുക്ക് CS നമ്മളിന്ന് ഒരു 5 കളി പോകും. നമ്മളിപ്പോൾ CS ഡയമണ്ട് 1-ലാണ് 2 സ്റ്റാറിലാണ് നിൽക്കുന്നത്. അത് നമ്മളിന്ന് കൂട്ടും. നമുക്ക് എങ്ങനെയും നമ്മളൊരു 5 കളി പോകും. ജയിക്കണ കളിയൊക്കെ ജയിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ കിടക്കണേക്ക് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ CS മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് കിട്ടില്ല പോലത്തെ ഗെയിം പ്ലേ വരുമെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ശ്രമിക്കാം കിട്ടില്ല പോലത്തെ ഗെയിം പ്ലേ കിട്ടുന്നു. 1 ടാപ്പ് അടിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ വേണമെങ്കിൽ നമുക്കൊരു ഗൈസ് ഒരു മലയാളിയുണ്ട്. മലയാളിയാണ് ഗൈസ്, ഒരു മലയാളി. ഹലോ 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 അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് മര്യാദ കളിക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഒരു മലയാളിയാണെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞു. നമുക്ക് എന്തായാലും നമുക്ക് അടുത്ത കളി പിടിക്കാം. ഈ കളി നമുക്ക് പിടിക്കാം. ഞാൻ ശ്രദ്ധ അങ്ങോട്ടായി പോയി. നമുക്ക് G36 G36 എടുക്കാം. G36 എടുക്കണം, പരാഫൽ എടുക്കണം. G36 എടുക്കാം. ഇന്നത്തെ പോലെ മെയിൻ ഗണ്ണാണ്. 500 കിട്ടുള്ളൊരു 1 ടാപ്പ്. അപ്പോൾ ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കാം. പറ്റുകയാണെങ്കിൽ ഞാൻ അടിച്ച് കാണിച്ചു തരാം. ശ്രമിക്കാം. പരമാവധി നമ്മൾ 1 ടാപ്പ് അടിക്കാൻ നോക്കട്ടെ. എനിക്ക് 1 ടാപ്പ് അടിക്കാൻ അറിയാട്ടോ. ശ്രദ്ധ മാറിപ്പോ കേട്ടി അടിയിട്ട് നമ്മൾ പുറകെ നടിച്ചിട്ടു. ശ്രദ്ധ പലയിടത്തേക്കൊക്കെ പോവാണ് ഗൈസ്. എന്ത് ചെയ്യാന്? ഞാൻ പിന്നെയും ശ്രമിക്കാം. നമ്മൾ ഈ കളി കഴിഞ്ഞിട്ടൊരു 1 vs കളി കാണിച്ചു തരാം കേട്ടോ. ക്രാഫ്റ്റ്ലാൻഡ് 1 vs കളി കാണിച്ചു തരാം. അപ്പം എനിക്ക് 1 ടാപ്പ് അടിക്കാമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പ്രോ പ്ലെയർ ആണോ പ്രോ പ്ലെയർ അല്ലേ എന്നൊക്കെ എനിക്ക് മര്യാദ കളിക്കാൻ പറ്റില്ല. ഫോണ് ഇത്ര പോരാ. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കിട്ടില്ല ഫോൺ എടുക്കാം. റേഞ്ചിലാണ്. ഓ ഈ കളി തോറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പു 77 നമ്മളെ ജയിപ്പിക്കും. അപ്പു 77 ജയിപ്പിക്കുക ഗൈസ്. ഓ റെഡ് നമ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 77 നമുക്ക് ലൈക്ക് കൊടുത്തേക്കാം. ഓ കിട്ടണം പോലത്തെ ക്ലെയിം പേരാണ് നമ്മൾ അപ്പോൾ 77. അപ്പോൾ നല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട്. ജയിക്കുമോ? കമ്പാക്ക് എടുക്കാൻ പറ്റുമോ ഗൈസ്? കമ്പാക്ക് വരാൻ പറ്റുമോ? നോക്കാം കമ്പാക്ക് പറ്റുമോ നോക്കട്ടെ. വേണം നമുക്കൊരു AW എടുത്തോണ്ട് പോയാലേ ഗൈസ്. ഒരു AW എടുത്തിട്ടുണ്ട്. AW ഞാനൊരു സ്നൈപ്പർ പ്ലെയർ അല്ലേ ഗൈസ്. എനിക്ക് AW സ്നൈപ്പേഴ്സൊന്നും യൂസ് ചെയ്യാൻ പോലെ അറിയില്ല. എൻ്റെ കസിൻ നന്നായിട്ട് സ്നൈപ്പർ പ്ലെയറാണ്. നന്നായിട്ട് സ്നൈപ്പർ പ്ലെയറാണ്. നന്നായിട്ട് സ്നൈപ്പ് കളിക്കും.
AW അല്ലെങ്കിൽ ഏതെങ്കിലും സ്നൈപ്പർ കിട്ടിയ നല്ല സെറ്റായിട്ട് കളിക്കാം. പക്ഷെ എനിക്ക് സ്നൈപ്പർ വെച്ച് കളിക്കാറില്ല. പഠിക്കണം. നിങ്ങൾ കമൻറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാം. നിങ്ങൾ പറയണേ നമുക്ക് പഠിച്ചെടുക്കാം. ആയിരുന്നു ഞാൻ ടി വി വെച്ചായിരിക്കും. ഈ കളിയൊക്കെ പോയി എന്ന് തോന്നണം. ഇപ്പോൾ ഇന്ന് നമ്മൾ 4 കളി കളിക്കാനുള്ളു. നമ്മൾ എന്തായാലും 1v4 കളി കളിക്കാനുള്ള 1v4 അല്ല 1v2 1v1 കളിക്കാനുള്ളതല്ലേ. അതുകൊണ്ടാണ് കളി തോറ്റിരിക്കുന്നു. മൈനസ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ലാൻഡ് വണ്ടാപോലെ ഡെസേർട്ടുകൾ ചാലഞ്ച് നമ്മൾ പൂർത്തിയാക്കുന്നതായിരിക്കും. ഡെസേർട്ടുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കളിയിൽ. ഡെസേർട്ടുകൾ ചാലഞ്ചാണ് ഗൈസ്. ഡെസേർട്ടുകൾ ചാലഞ്ച്. നമുക്ക് നോക്കാം എന്താവും. അപ്പുറത്താര നിൽക്കണേ. നമ്മൾ പരിപാടി 1 ടാപ്പ് അടിക്കാൻ പറ്റാൻ നോക്കട്ടെ. ഭയങ്കരമായിട്ട് വെളിച്ചം പോലെ ഒരു ഫീൽ കിട്ടും. അവൻ അനങ്ങാതെയാണ് നിൽക്കണമെങ്കിൽ മൂഞ്ചും കഴിച്ചു. എൻ്റെ അവൻ കുത്തിപ്പിടിക്കാനുള്ള കുത്തിപ്പിടി ഉൾപ്പകറാണ്ട് കുത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വൺ ബുള്ളറ്റ് നോ ഗ്ലോ വാൾ കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവനെ അങ്ങോട്ട് പൂട്ടാം. ആ സമാനം അവിടെ പൂട്ടിയിട്ടുണ്ട്. അവിടെ പൂട്ടിയിട്ടുണ്ട്. അതെ കിട്ടന്തേരിക്കണം. അയ്യോ എന്നെ എങ്ങനെ അടിക്കണ്ട. എന്നെ അടിക്കാൻ നയാണതൊക്കെ. ചെക്കനെ മൂഞ്ചിട്ടുണ്ട് തന്നിട്ട്. പറ്റിയ വരാൻ പറ്റുള്ളൂ. ഓ കുത്തിപ്പിടിച്ചിട്ടിരിക്കുന്നു. നമ്മളെ മാരികമായി നമ്മളെ കുത്തിപ്പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ നന്നായിട്ട് കളിയുണ്ട്. നമുക്ക് വുഡ്പക്കറും കൂടെ എടുക്കാം. നമുക്ക് ലോങ് റേഞ്ച് ഒന്നും വരിക കളിക്കും. പ്ലെയർ കംബാക്ക് വരുന്നുണ്ട്. കംബാക്ക് പ്ലെയറിൻ്റെ കംബാക്ക്. എൻ്റെ 1v2 മാച്ച് എങ്ങനെയാണ്? ഓ വാട്ട് എ ഷോട്ട് പ്ലെയർ. വാട്ട് എ ഷോട്ട് ഗൈസ്. പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ നോബ് പ്രാങ്ക് ചെയ്യാൻ വന്നതാണ്. എനിക്കറിയിലാണ് തോന്നണ. അയ്യോ നോഗ്ലു വാളെന്നൊക്കെ പറയണ്ട്. ഞാൻ തന്നെ ഗ്ലൂ വാളിട്ട് ഗൈസ്. ഞാനതിക്കൊക്കെ ടിങ്ക നമ്മുടെ ഡാഷിനിട്ടിട്ട് നമ്മൾ വി പോലെ എൻ്റെ കസിൻ പറഞ്ഞിട്ടാണ് നമ്മൾ വി പോലെ ഡ്രാഗ് ചെയ്യണ ഹെഡ് കയറും. നോക്കിയാൽ എന്നോട് വിളിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഡെസേർട്ട് കളിക്കാം. ഫോൺ
ഓ, ഡെസേർട്ടുകൾ കമ്പാക്ക്, ഡെസേർട്ടുകൾ കമ്പാക്ക്. മച്ചാനെ നല്ലൊരു കിടക്കാച്ച ഡെസേർട്ടുകളാണ്. സ്കോപ്പ് വെച്ച് നോക്കാൻ. ഓ, പൊളി പൊളി പൊളി. കളി നോക്കാവോ? അവിടെ കുത്തിപ്പിടിച്ചിരുന്നത് എന്താണ്? എനിക്ക് ഈ കളി അത്ര ഇഷ്ടപ്പെടില്ല. അവിടെ കുത്തിപ്പിടിക്കുന്നു ഗൈസ്. തോറ്റിരിക്കുന്നു. എന്ത് ചെയ്യും? കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം പിടിക്കാം. CS തന്നെ പോവാം. അയ്യോ ഗൈസ്, പിന്നെ ചമ്മിയിരിക്കുന്നു. നമ്മൾ ഹെഡ് ഷോട്ട് കളി അറിയാതെ എടുത്തു പോയി. നമുക്ക് എന്നാലും കളിക്ക് ബാക്ക് ഇറങ്ങാൻ പറ്റുക. അതെന്തായാലും വന്നില്ല, കളിച്ചിട്ട് പോവാ. ഡ്രിങ്ക് എടുക്ക. അപ്പുറത്ത് ആരയിക്കണേ? അപ്പുറത്ത് ക്ലിയറാണെന്ന് തോന്നണേ. അബ്രോഡ് ഒരു കമ്പാക്ക് നമുക്ക് കാണാം. ഈ ബാഗിൻ്റെ ഇതാണോ? ഓടാ. ഓ, ഇതെന്ത് എന്ത് ഇത് ഇങ്ങനെ? അത് പണ്ടത്തെ പോലെ ഒന്നും ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മുടെ കാണും. പണ്ടത്തെ പോലെ ഒന്നും ഇപ്പം കളിക്കാൻ. ഒരു മിനിറ്റ്, സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. എന്താണിത്? ഓ, കിണ്ണം കച്ചി പിള്ളേരാ. പണ്ടത്തെ പോലെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റില്ല ഇപ്പം. എന്താണെന്നറിയില്ല. ഫോണ് താഴെയാണപ്പം ചെറുതായിട്ടൊന്ന് പൊട്ടി. അതുകൊണ്ട് എന്നാന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസം ഞാൻ ഇതൊന്നല്ല പറ്റിയില്ല മര്യാദക്ക് ഒന്ന് കളിക്കാൻ. കേറ്. വി പോലെ നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനല്ലേ? ഇങ്ങനെയാണെന്ന് തോന്നണം. ഇങ്ങനെ അടിക്കാം. ലോക്ക് ചെയ്തിട്ട് എങ്ങനെ കാണിച്ച് ഇടിച്ചോട്ട് കയറില്ല. എൻ്റെ തലപ്പടി അടിക്കാൻ പൊടി, തലയടിച്ച് പൊട്ടി. നമ്മൾ ഈ തലയടിച്ച് പൊട്ടിക്കുന്നേ. ഇതെന്താണ്? എനിക്ക് ഒന്നും മനസ്സിലാവില്ല. കിട്ടി. Wow. യെസ്, കളി തോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ
എനിക്ക് സംഭവം 3 പോയിന്റിൽ വ്യത്യാസം. Wow. ഞാൻ തോറ്റിരിക്കുന്നു. പിന്നെ തോറ്റിരിക്കുന്നു ഗൈസ്. അവിടെ ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ ഗൈസ്. നമ്മൾ ഈ ക്രേറ്റ് തുറന്നപ്പോൾ 24 hours. നാളെ നമ്മൾ പോകും. 20 ഗ്ലൂ വാൾട്ട് കളിക്കണം അല്ലേ? 17 ഗ്ലൂ വാൾട്ട് നമ്മൾ കളിച്ചു മൊത്തം. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കൊരു ക്ലാഷ് കൂടെയും പോയിട്ട് വരാം. ഇന്ന് ഫുള്ള് ഷോകാണ്. എന്ത് ചെയ്യാനാ? ഗൈസ് അവിടെ നിന്ന് അറ്റാക്ക് ആണ്. ഗൈസ് അറ്റാക്ക്. ഞാൻ കണ്ടു. അയ്യോ സൈഡിൽ അല്ല ഫ്രണ്ടിലുണ്ട് ഗൈസ്. അവിടെ പോയി ഈ കളിയെങ്കിൽ നമുക്കൊരു വേണ്ടാവും. ഡിസ്കോ ആണ്. ഡിസ്കോ ഡിസ്കോ ബോംബാണ് ഗൈസ് നമ്മുടെ കയ്യിലുള്ള. ആരത് കയ്യുള്ള മൈക്കും കൂടെ ഓഫ് ചെയ്തേക്കാം. ഇതിൽ കൂടെ വരുന്നുണ്ടാരോ? സൗണ്ട് കേട്ടു. എൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കണം ഗൈസ്. തേക്കണം. അവനെന്തി അവിടെ അവനെ കൊല്ലു ഗൈസ്. പ്ലീസ് 3 BS സ്ട്രൈക്കുള്ള ഒരു പ്ലെയർ ഉണ്ട്. എന്താ സംഭവിക്കാം ഗൈസ്? പണ്ടത്തെ കളിയൊന്നും ഇപ്പം കിട്ടുള്ള ഗൈസ്. പണ്ടത്തെ ടച്ചൊക്കെ അവിടെ ഇട്ട് ലെവൽ 1
പ്ലീസ് ഹെൽപ്പ് മീ. എന്നെ കൊന്നിരിക്കുന്നു ഗൈസ്. Wow, what is short guys. മറ്റേ ക്യാരക്ടറാണ് ഇതിൽ മറ്റേ ബ്ലൂ കളർ കാടാണ്. ഗസക്കർ കളി നമ്മളെ കൊന്നിരിക്കുന്നവർ. എന്നോടി ഉണ്ട് എന്ത് കാണിക്കുന്നില്ല. എവിടെയും വെച്ച് കളിച്ചു നോക്കാം എന്ത് സംഭവിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ AW സ്നൈപ്പർ പ്ലെയർ ഒന്നല്ല. പരമാവധി ശ്രമിക്കാം. Go vibes. Nice try. Thank you. അവിടെ ചേർത്താൻ നോക്കിയിട്ടുണ്ട്. അടുത്ത നോക്ക്. ചത്ത് 2 നോക്കിട്ടത് മൃതയ. എന്ത് ഞാൻ കാരണം തോക്കോ ജയിപ്പിക്കണം. അതാകും ബിഗ് പേഷ്യൻ്റ്. Go. Big patient. Go. ഇവിടെ നിന്ന് ആരുമില്ല. ബാബാ അവിടെ ഫുഡ് സ്റ്റെപ്പ് ഇടുന്നു പറയല മച്ചാനെ. എടാ ബാക്ക് അറ്റാക്ക് ബാക്ക്. ഫ്രണ്ട് എനിമീസ് തയ്യാർ. Please revive me. മൂന്ന് ഗ്ലോ വാളിട്ടുണ്ട്. ചെന്നിട്ട് കാണിക്കാനാ. ഈ ബോംബാണ് എനിക്ക് കയ്യിലിരിക്കാൻ ഇഷ്ടമില്ല. ഇങ്ങനെ എറിഞ്ഞ് കളിക്കാൻ ഇഷ്ടം. ഡിസ്കോ ഡാൻസ് സ്മോക്ക്. ഒരുമാതിരി വെള്ളം വയ്ക്കണം. നല്ലൊരു ഡാമേജാണ് കിട്ടിയത്. അവിടെ ബാക്കിൽ നല്ല അറ്റാക്ക് കളി. അറ്റാക്ക് പീണ വെച്ച് നല്ല. ഓനെ ഈസെടുത്ത് കഴിച്ചു. എന്ത് ചെയ്തിട്ടാണ് ഈ തല ഇറങ്ങണ ഇങ്ങോട്ടാണ്. നമ്മളെന്നെ എന്നിട്ട് ടീം പോയാം. ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലും വീണ്ടും വരാം. ടാറ്റാ ബൈ.